ശ്രീ ഹാഷിമരിയിൽ ഒന്നുകിൽ PSC ചെയർമാനും പാർട്ടിയും സംഘവും ഒക്കെ അറിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ PSC നാഥനില്ല കളരിയാണ്. ഇതിലേതെങ്കിലും ഒന്ന് ഹാഷിം സമ്മതിക്കേണ്ടി വരും. ഇപ്പം PSC നിയന്ത്രിക്കുന്നത് കേരള സർക്കാരിന്റെ കീഴിലാണ്. പണ്ടും അതിപ്പം കൺട്രോൾ ചെയ്യുന്നത് UDF ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഭരണം UDFന്റെ കയ്യിലാണല്ലോ. ഇപ്പം 2-3 മാസം കഴിഞ്ഞിട്ടുണ്ട്. ചില ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. മൈക്രോഫോൺ ഉപയോഗിച്ച് കോപ്പി അടിച്ചു, അതുപോലെ തന്നെ ചോദ്യം പാറ്റേൺ മാറ്റി. ഇതൊക്കെ ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടാൽ തീർച്ചയായും അതിലാരാണോ കുറ്റവാളികൾ അവർ ശിക്ഷിക്കപ്പെടണം. ഇപ്പൊ ഇവിടത്തെ ഈ ചർച്ച കേട്ട ഇപ്പൊ നമ്മൾ ആകെ ആശങ്കകുലരാവേണ്ടതുണ്ട്. എന്താന്ന് പറഞ്ഞാൽ, ഒന്ന്, PSC വഴി നിയമനം ലഭിച്ചത് മുഴുവനും LDF അനുഭാവികളാണോ, ഇടതുപക്ഷ സഹയാത്രികർ മാത്രമാണോ എന്നത് ഒരു ചോദ്യമാണ്. ഇനി ഇത് മുഴുവനും ആശങ്കപ്പെടേണ്ടതാണെങ്കിൽ 10 വർഷത്തെ നിയമനം നമുക്കന്ന് ക്യാൻസൽ ചെയ്യാം. അത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ എക്സാം നടത്തിയിട്ട് കൊണ്ടുവരാം. അതായിരിക്കും കുറേയും കൂടെ അഭികാമ്യമാകുക. ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് തൊഴിൽ നേടിയ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ കഴിഞ്ഞ 10 വർഷങ്ങളിലായി വിവിധ മേഖലകളിൽ തൊഴിൽ നേടിയിട്ടുണ്ട്. UDFന്റെ കരുത്തരായ പ്രവർത്തകർ MSFിലൂടെയും മറ്റും KSUലൂടെയും വളർന്നു വന്ന ഒരുപാട് പേരെ എനിക്കറിയാം. PSC വഴി തൊഴിൽ നേടി കടന്നു വന്നവർ. ലിസ്റ്റ് ഞാൻ തരാം. അവരൊക്കെ കോപ്പി അടിച്ചിട്ടാണോ ഈ പരീക്ഷ എഴുതി യുവജന സംഘടന ഈ പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലി നേടുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. അങ്ങനെ 10 പേർ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ തിരികെ കയറ്റുന്നത് എന്തിനെന്നാണ് ചോദ്യം. ഇനി ഒരു വാർത്ത ഇന്ന് കേരളകൗമുദി പത്രത്തിൽ വന്ന് ഞാൻ വായിക്കാം. നിരവധി പരാതികൾ ഉയർന്ന PSCയുടെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിലെ റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ അന്തിമ ഉത്തര സൂചിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചതോടെ വിവാദം മുറുകുന്നു. തുടർച്ചയായ 54 ചോദ്യങ്ങൾക്ക് ഉത്തരം B ഓപ്ഷൻ വരുന്ന തരത്തിലാണ് ചോദ്യപേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത്. സംശയിക്കേണ്ടെന്ന് പറഞ്ഞാല്, പല പരീക്ഷകളും കഴിഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നന്നായിട്ട് എഴുതിയത് പക്ഷേ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. പല മത്സരങ്ങളിലും പങ്കെടുത്ത കലാമത്സരങ്ങളുടെ വേദികളുടെ പിറകില് വലിയ കോലാഹലങ്ങൾ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പരസ്യമായിട്ട് നടക്കുന്ന കലോത്സവ വേദികളിൽ പോലും നമ്മൾ അത് കഴിഞ്ഞാലുള്ള തല്ലുകൾ എത്രമാത്രമാണെന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞതൊക്കെയും മുഴുവനും അപകീർത്തിപ്പെടുത്തുന്ന രൂപത്തിൽ യുവജന വിദ്യാർത്ഥി നേതാക്കൾ തന്നെ അത് പറയരുത്. ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ജോലി നേടിയ ആളുകളുണ്ട്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇല്ല എന്ന് ആരും പറയും. ആ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയവരുടെ കൂട്ടത്തിൽ അർഹതപ്പെട്ട കുറെ പേർ അവഗണിക്കപ്പെടുന്നുണ്ട്. അവരുടെ ഇടത്തേക്ക് ചിലർ കയറി വരുന്നുണ്ട്. അതാണല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. അല്ലാതെ അർഹതപ്പെട്ടവർക്ക് ആ ജോലി കൊടുക്കണ്ടെന്നോ അവർ എഴുതി നേടിയതിനെ ഇനി തള്ളിക്കളയണമെന്നോ എന്നല്ല. അവർക്കിടയിലൂടെ കയറി വന്ന് അർഹതപ്പെട്ട മറ്റു ചിലർക്ക് അവസരം നിഷേധിച്ചതിനെ കുറിച്ചാണ്. അതാ പറഞ്ഞത്. അത് അന്വേഷണം നടക്കുന്നിടത്ത് അന്വേഷണം സത്യമാണെന്ന് കണ്ടെത്തണം. അന്വേഷണം ആണെങ്കിൽ ശരിയാണെങ്കിൽ, അത്തരത്തിലുള്ള ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ ആര് കാരണക്കാരായാലും അവർ ശിക്ഷിക്കപ്പെടണം തന്നെയാണ് പറയുക. സാമൂഹികമായി പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന, പൊതു രാഷ്ട്രീയ രംഗത്ത്, അത് സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ പറയുന്നത് ആ നിലപാടേ എടുക്കുള്ളൂ. അയാൾ ഇന്നതെന്നല്ല. ഇപ്പൊ PSC മെമ്പർ സ്ഥാനത്ത് പ്രവർത്തിച്ചിരിക്കുന്ന LDF പക്ഷത്തല്ലാത്ത അടുത്ത സുഹൃത്തുക്കളുള്ള ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പറയുന്നത്, അത്തരത്തില് ആ സ്ഥാനത്തേക്ക് എത്തിയപ്പോ ഉത്തരവാദിത്തത്തോടുകൂടെ ആ കാര്യം നിർവഹിച്ച ചരിത്രവും അവർ പറയാറുണ്ട്. പലപ്പോഴും റെക്കമെൻഡേഷൻ വന്നപ്പോൾ അതിന് നിൽക്കാത്തത് കൊണ്ട് ബന്ധങ്ങൾ പോലും വിച്ഛേദിക്കപ്പെട്ടു പോയ സാഹചര്യങ്ങൾ ഉണ്ടായ PSC മെമ്പർമാർ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷത്ത് നിന്നല്ലേ പറയുന്നത്, വലതുപക്ഷത്ത് തന്നെ. ഹമീദ് അലി ഷംനാടിനെ പോലെയുള്ള വളരെ പരിചിതരായ പ്രായമുള്ള ആള്. അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ വാർദ്ധക്യ സഹജമായ രോഗം അലട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പലപ്പോഴും പറയും, എനിക്ക് പലരും ശത്രുക്കളായിട്ടുണ്ട്. അവര് റെക്കമെൻഡേഷൻ എനിക്ക് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അവരെ അനർഹമായ സ്ഥാനത്തേക്ക് ഞാൻ പോസ്റ്റ് ചെയ്താൽ എനിക്ക് സംഭവിക്കാൻ പോകുന്നത്, അർഹരായ ഒരു കുട്ടിക്കുള്ള അവസരം നിഷേധിക്കപ്പെട്ടവനായി ഞാൻ മാറും. എന്റെ ബന്ധത്തെക്കാൾ, എന്റെ വ്യക്തിബന്ധത്തെക്കാൾ എന്റെ മനസ്സാക്ഷി അത് നോവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറിയ അവസരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആളുകളെ കുറിച്ചും നമ്മൾ ചരിത്രം പഠിക്കുന്നതാ. ഈ അവസരത്തിലും ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും
ഇങ്ങനെയുള്ള അന്തരീക്ഷം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ആ സംവിധാനത്തെ അങ്ങനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് തമ്പുരാനാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കേണ്ടത്. അതല്ലാതെ കഴിഞ്ഞ ഗവൺമെന്റ് വന്നിട്ട് വീണ്ടും അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് ഇയാളെ പിടിച്ചിട്ടെ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ലല്ലോ. നമ്മള് കാര്യമായി നടക്കാൻ സാധ്യതയില്ല. ഒരു ചർച്ചക്കപ്പുറം ഈ PSC പോലെയുണ്ട്. ഞാൻ പറയുന്നത് എനിക്ക് 24ഉം 22ഉം വയസ്സുള്ള കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുള്ള ഒരാളാണ് ഞാൻ. ഇനി മോളുണ്ട് പഠിച്ചു വരുന്നു. ഈ കുട്ടികളൊക്കെ PSC എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് പോയാൽ അവർക്കും ഇതുപോലെയുള്ള ദുര്യോഗം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ പൊതു സംവിധാനത്തെ ഒരു പരിധിവരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇവിടെ പരീക്ഷാ കൺട്രോളർ ഉണ്ട്. അദ്ദേഹം റിട്ടയർഡ് ആയിട്ട് എത്ര വർഷമായെന്ന് എനിക്കറിയില്ല. 10 വർഷത്തിന് മുന്നേ ആയതാണെന്ന് അറിയില്ല. അതിന് മുന്നേ ഉള്ള അനുഭവത്തിൽ അദ്ദേഹം പറയട്ടെ. അത് ഇത്ര സൂക്ഷ്മമായിട്ട് ഇന്നത്തെ രൂപത്തിലുള്ള കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഒന്നും ഉള്ള കാലഘട്ടത്തിലൊന്നുമല്ല പരീക്ഷ നടത്തിയത്. അന്ന് മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് മനുഷ്യനെ തൊട്ട് തീണ്ടാറുണ്ട്, അവരെ സ്വാധീനിക്കാറുണ്ട്. അതിനനുസരിച്ച് കൊണ്ടല്ലാതെ ഒരാളെയും ഒരു പരിധി വരെ ഇത്തരം കാര്യങ്ങളിൽ അവരവരുടെ ജീവിതം വെച്ചുകൊണ്ട് അവർ പന്താടില്ല എന്ന വിശ്വാസമാണ് കേരളീയർക്കുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആരെക്കുറിച്ചെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം. അന്വേഷിച്ച് കർശനമായി പഴുതില്ലാത്ത അന്വേഷണം, ഒരു സ്വാധീനത്തിനും വഴങ്ങാത്ത അന്വേഷണം നടത്തിയിട്ട് അത്തരം ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അത് ഇടതാവട്ടെ വലതാവട്ടെ അല്ലെങ്കിൽ മധ്യത്തിലാവട്ടെ ഏതെന്നല്ല, പക്ഷപാതിത്വം നോക്കാതെ മുഖം നോക്കാതെ നടപടി എടുക്കേണ്ടതുണ്ട്. കാരണം ഒരു ഗവൺമെന്റ് സംവിധാനം എന്ന് പറയുന്നത് ജനതയുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ നശിപ്പിക്കുന്ന രൂപത്തിൽ ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അത് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാത്ത നിലക്കാണെങ്കിൽ ഇവിടെ പരീക്ഷ എഴുതിയിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് ഈ 10 വർഷത്തിനിടയിൽ. പല വിധത്തിലും നമുക്കറിയാവുന്ന ഒരുപാട് മക്കളുണ്ട്. കഷ്ടപ്പെട്ട് അവർ അധ്വാനിച്ച് പരീക്ഷകൾ എഴുതാൻ പോകുന്നത് നമുക്കറിയാം. ഇപ്പോഴും പല പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത് അന്നത്തെ ദിവസം PSC എഴുതുന്ന ദിവസം അതിന്റെ മേലധികാരികളുടെ തെറി കേട്ട് വഴക്ക് കേട്ട് കരഞ്ഞുകൊണ്ട് പരീക്ഷയ്ക്ക് ശനിയാഴ്ചയോ മറ്റോ വെക്കപ്പെടുന്ന പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി ഓടുന്ന എത്രയോ ചെറുപ്പക്കാരെ കൺമുന്നിൽ കണ്ട ഒരാളെന്ന നിലക്ക് തന്നെ ഞാൻ പറയുന്നത് അവരുടെ വേദനയും സങ്കടവും നമ്മൾ മനസ്സിലാക്കണം. അവസാനം അവർ ജോലിക്ക് എപ്പോഴെങ്കിലും PSC നിയമനം കിട്ടിയിട്ട് അവർ വരുമ്പോ അവർ കൊണ്ടുവരുന്ന ഒരു മിഠായിയുടെ മധുരമുണ്ട്. ആ മധുരത്തിന്റെ പിറകിൽ അവർ സഹിച്ച ഒരുപാട് ത്യാഗത്തിന്റെ ഉപ്പ് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് പറയുന്നത്. ഇതുവരെ നടന്നത് ഈ 10 വർഷം കൊണ്ട് നടന്നത് മുഴുവനും അഴിമതിയാണ്, അതിന് മുന്നേയുള്ളതൊക്കെ വളരെ ശുദ്ധമാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ലഘൂകരിക്കുന്നതിന് പകരം ഉത്തരവാദിത്തമുള്ള ചെറുപ്പക്കാർ, രാഷ്ട്രീയ നേതൃത്വം അവർ ഈ വിഷയത്തെ ഏറ്റെടുക്കണം. ശരി, രാഷ്ട്രീയം പറയാതെ പോകാൻ പറ്റില്ലല്ലോ. കാരണം രാഷ്ട്രീയപരമാണല്ലോ പല നിയമനങ്ങളും. അതുകൊണ്ട് അത് പറയാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇടപെട്ടത്.